വെളുക്കാത്ത സ്കിന്നും നല്ല വെളുത്ത് പളവള മിന്നാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ഇതാ നിങ്ങളുടെ മുന്നിൽ. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റും ബ്രൈറ്റ്നസ്സും ആവാനായിട്ടും ഡൾ സ്കിൻ എത്ര തന്നെ ഡൾ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ മാറാനായിട്ട് സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് കണ്ടിട്ട് വരാം. ബാക്ക് ടു happybeadstv. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീട്രൂട്ട് പൗഡറാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഉണ്ടാക്കിയത് അല്ലേ. അപ്പോൾ ആ ബീട്രൂട്ട് പൗഡർ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്ക് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. 100% റിസൾട്ട് കിട്ടുന്ന ഒരു 10 days നമ്മൾ ത്രൂ ഔട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്കിന്നിൻ്റെ ഷെയ്ഡ് തന്നെ ഒരു 3 ഷെയ്ഡ് ഇമ്പ്രൂവ് ആവുന്ന രീതിയിൽ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ആ വ്യത്യാസം വരുന്ന രീതിയിൽ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ നോക്കാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഒരു 10 to 14 days നിങ്ങൾ അടുപ്പിച്ച് യൂസ് ചെയ്യുക. അടുപ്പിച്ച് യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഈവനിങ് ഒരു 5 മണിക്ക് ശേഷം നിങ്ങൾ ഈ ഫേസ് പാക്ക് ഞാൻ പറഞ്ഞ സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും റിസൾട്ട് പറയുക. 100% റിസൾട്ട് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഫേസ് പാക്ക് ഉണ്ടാക്കുക എന്നുള്ളത് കണ്ടിട്ട് വരാം. ആദ്യമായിട്ട് നമുക്ക് എടുക്കാം ചെറിയ ജീരകം 1 സ്പൂണ്, അതുപോലെ തന്നെ വലിയ ജീരകം 1 സ്പൂണ്. പിമ്പിൾസ് ഉള്ള സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അതിന് ഇതിന് ശേഷം നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് ഓരോ സ്പൂൺ, ഒരു വലിയ സ്പൂൺ വീതം നമ്മൾ ചെറുജീരകവും പെരുജീരകവും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു വലിയ സ്പൂൺ തന്നെ അളവ്, സെയിം അളവിൽ ഉലുവായും സെയിം അളവിൽ ഉഴുന്നും കൂടെ ചേർത്ത് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ അളവെന്ന് പറയുന്നത് നമുക്ക് ഫേസിലും കഴുത്തിലും മാത്രമായിട്ട് 2 പ്രാവശ്യം യൂസ് ചെയ്യാനുള്ള അളവാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിന് ശേഷം നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം, കരിഞ്ഞു പോകരുത്. നമ്മൾ നന്നായിട്ട് ഇത് തണുത്തതിന് ശേഷം മിക്സി ജാറിലോ ബ്ലെൻഡറിലോ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് അരിച്ചെടുക്കുക. നല്ല ഫൈൻ പൗഡറാക്കി എടുക്കുക. ഇനി നമുക്ക് വേണം തൈര്, നല്ല പുളിച്ച തൈര് തന്നെ എടുത്തോളൂ കേട്ടോ. ഇനി ഈ തൈരിലേക്ക് നമുക്ക് ഒരു വലിയ സ്പൂൺ തന്നെ അളവിലുള്ള ബീട്രൂട്ട് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. കണ്ടോ, ഇത് മാത്രമായിട്ട് നമുക്ക് നമ്മുടെ ഫേസിലും ലിപ്സിലും അപ്ലൈ ചെയ്യാം കേട്ടോ ഫേസ് പാക്കായിട്ട്. നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ആ കൂട്ടെല്ലാം കൂടെ കൂടിയിട്ട് ഒരു വലിയ സ്പൂൺ അളവിൽ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നമ്മൾ ഈ പൗഡർ ഉണ്ടാക്കിയിട്ട് ഒരു ബോട്ടിലുണ്ടാക്കി നമ്മൾ പുറത്ത് തന്നെ വെച്ചാൽ മതി കേട്ടോ. നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ ഇതിലേക്ക് അലോവേര ജെല്ലോ ഹണിയോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം. ഞാനൊന്നും ചേർക്കുന്നില്ല, ഇത്ര തന്നെ മതി. ഇനി നമുക്ക് ക്ലീൻ ആക്കിയിട്ടുള്ള ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിന് മുമ്പായിട്ട് സ്ക്രബ് ചെയ്തിട്ടില്ലെങ്കിൽ സ്ക്രബ് ചെയ്യാം. അതുപോലെ തന്നെ ഒന്ന് സ്റ്റീം ചെയ്തിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പോർസൊക്കെ ഓപ്പൺ ആവും. അപ്പോൾ നമുക്ക് ഒരു എക്സ്ട്രാ ആയിട്ടുള്ള ഒരു എഫക്റ്റ് കൂടെ നമുക്ക് കിട്ടും. നമ്മൾ നമ്മുടെ ഫേസിലും കഴുത്തിലും അതുപോലെ തന്നെ ചെവിയിലൊക്കെ തേച്ച് കൊടുക്കുക. ഞാനിപ്പോൾ നമുക്ക് ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സൈഡിൽ മാത്രമേ തേച്ച് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നത് നമ്മൾ 1 ടൈം യൂസാണ് കേട്ടോ. ഇത് നമ്മൾ ഒരു റെഗുലറായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 7 മുതൽ 10 ദിവസത്തിനുള്ളിൽ നമ്മുടെ സ്കിൻ ടൈപ്പ് പോലെ അതിൻ്റെ റിസൾട്ട് നമുക്ക് ചില ആൾക്കാർക്ക് 7 ദിവസത്തിന് മുമ്പ് തന്നെയും നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ്. നമുക്കിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒരു കല്യാണമോ ഒരു ഫംഗ്ഷനോ ഒക്കെ ഉണ്ട്, നമ്മുടെ സ്കിന്ന് ഡള്ളായിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ വേഗം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒന്ന് ഫേസ് ഒന്ന് നന്നായിട്ടൊന്ന് സ്ക്രബ് കൊടുക്കുക. അതുപോലെ തന്നെ സ്റ്റീമും ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുക. നന്നായിട്ട് ഇത് ഉണങ്ങണം കേട്ടോ, നന്നായി ഉണങ്ങുക. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ഉണങ്ങി വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണമെന്നറിയോ, ജസ്റ്റ് ഒന്ന് റോസ് വാട്ടറോ നമ്മളുടെ നോർമൽ വാട്ടറോ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. റോസ് വാട്ടർ സ്പ്രേ ചെയ്യുന്നതാണ് ഒന്നും കൂടെ നമ്മുടെ സ്കിന്ന് ഒരു സോഫ്റ്റ് ആവും കേട്ടോ. നല്ലൊരു ഫേഷ്യൽ ചെയ്തൊരു എഫക്റ്റ് തന്നെ നമുക്ക് ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ മനസ്സിലാവും. അപ്പോൾ സമയം ഒട്ടും ഇല്ലാത്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 2-3 വട്ടമൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ട് ഉപയോഗിക്കാം. ഇനി നമ്മളിങ്ങനെ കൂട്ടിയെടുത്ത് വെക്കുകയാണെങ്കിൽ തന്നെ ഒരു 2-3 ദിവസമൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. കുഴപ്പമൊന്നും ചീത്തയൊന്നും ആവില്ല. നമ്മൾ കൈ ഇടാണ്ട് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചാൽ മതി. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് 2-3 ദിവസത്തേക്ക് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതേ ഫേസ് ഞാൻ 2-3 പ്രാവശ്യം റോസ് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ നല്ല അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒന്ന് തുടച്ച് നോക്കാം. ഞാനിപ്പോൾ ഒരു കോട്ടൺ തുണി വെച്ച് നിങ്ങളെ ജസ്റ്റ് ആ ഒരു ഇൻസ്റ്റൻ്റായിട്ട് റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തുടച്ച് കാണിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഒരു സപ്പിളായിട്ട് നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിൾ ഫീൽ ഉണ്ടാവും. നല്ലൊരു ബ്രൈറ്റ്നെസ് നമുക്ക് കാണാൻ പറ്റും. നല്ല പോലെ ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക. വളരെ
സിമ്പിൾ ആയിട്ടുള്ളൊരു ഫേസ് പാക്ക് അല്ലേ, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ബീട്രൂട്ട് പൗഡർ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എക്സാക്ട് റിസൾട്ട് കിട്ടുള്ളൂ. നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് ഒരു ബീട്രൂട്ട് പൗഡർ കൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കതിന്റെ എക്സാക്ട് റിസൾട്ട് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരു ഫേസ് പാക്ക് പൗഡർ ആണെങ്കിൽ ഈ ഒരു റിസൾട്ട് 10 to 14 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ സ്കിന്നിൽ കാണാൻ പറ്റും 100%. അപ്പം നമ്മുടെ കണ്ണ് താഴെയുള്ള കറുപ്പുണ്ട്, ലിപ്സിൽ നമുക്ക് ഒരു കറുപ്പ് ഷെയ്ഡ് ഉണ്ട്, നമ്മുടെ ഫേസിൽ നമ്മൾ നെക്കിലൊക്കെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ മാറാനായിട്ട് ഈ ഒരു ഫേസ് പാക്ക് നിങ്ങളെ സഹായിക്കും. അതുപോലെ തന്നെ ഫുൾ ബോഡി നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. 100% റിസൾട്ട് കിട്ടും. അപ്പം ഞാൻ ഈ പറഞ്ഞ സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്യുക. നിങ്ങളുടെ ഒരു എക്സ്ട്രാ ആയിട്ട് ഡ്രൈനെസ് ഉള്ള സ്കിൻ ആണെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും, നല്ല സ്മൂത്ത് ആവും, ബ്രൈറ്റനിങ് ആവും. അതുപോലെ തന്നെ എക്സ്ട്രാ നമ്മളുടെ കളർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഈ ഫേസ് പാക്ക് ട്രൈ ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ സ്ക്രബ് ചെയ്തിട്ട് ഒരുപാട് നാളായെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫേസ് സ്ക്രബ് ചെയ്തോളൂ കേട്ടോ. സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു നമ്മളുടെ ഈ ബീട്രൂട്ടിൻ്റെ പൗഡർ എടുക്കുക, 1 സ്പൂൺ പൗഡർ എടുക്കുക, ഇതിലേക്ക് ഒരല്പം നമ്മളുടെ ഷുഗർ ആഡ് ചെയ്യുക. അതിന് ശേഷം ഇതിലേക്ക് ഹണി ആണെന്നുണ്ടെങ്കിൽ ഹണി അല്ലെങ്കിൽ അലോവേര ഏതാണെന്നുണ്ടെങ്കിലും നമ്മൾ എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു പേസ്റ്റ് നന്നായിട്ട് നമ്മളുടെ ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്യുക. സ്ക്രബ് ചെയ്തിട്ടില്ല വെച്ചാൽ മാത്രം ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് ബോഡിയിൽ നമുക്ക് സ്ക്രബ് യൂസ് ചെയ്യാം കേട്ടോ. സ്ക്രബ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഇടുക. 2-3 മിനിറ്റ്സ് സ്ക്രബ് ചെയ്താൽ മതി. ശേഷം നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം. ആഴ്ചയിൽ 2 തവണ ഒരു 7 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഈ സ്ക്രബ് യൂസ് ചെയ്തിട്ട് വീണ്ടും ഈ ഒരു ഫേസ് പാക്ക് ഇടുക. അങ്ങനെ നിങ്ങൾ അടുപ്പിച്ച് ഈ ഒരു ഫേസ് പാക്ക് 14 ദിവസം ട്രൈ ചെയ്യാം. ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഓരോ ദിവസവും അതിൻ്റെ സ്കിന്നിൽ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. നിങ്ങളുടെ സ്കിന്നിലുള്ള കറുത്ത പാടുകൾ ഓരോന്നോരോന്നായിട്ട് മാറുന്നതും നമുക്ക് മനസ്സിലാവും. നമുക്ക് ഡെയിലി സ്കിൻ കെയർ റൂട്ടീനിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കമന്റ് ചെയ്യാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.